ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ ചായ സമയത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലറ്റ് റെസിപ്പി ആയിട്ടാണ്. കട്ട്ലറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്വീറ്റ് കട്ട്ലറ്റാണ്, അതായത് പഴം വെച്ചിട്ടാണ് ഞാൻ ഇതൊരു കട്ട്ലറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്, പുറത്ത് നല്ലൊരു ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് കട്ട്ലറ്റാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പഴം വെച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കട്ട്ലറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 നേന്ത്രപ്പഴം സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പഴം ഉടച്ചെടുക്കുമ്പോൾ സ്പൂണ് വെച്ചോ തവി വെച്ചോ ഒന്ന് ഉടച്ചെടുക്കുക, അല്ലാതെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത്. സ്പൂണ് വെച്ചൊക്കെ ഉടച്ചെടുക്കുമ്പോൾ പഴത്തിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ചെറുതായിട്ട് കടിക്കാനുള്ള ഒരു കഷ്ണങ്ങളൊക്കെ കിട്ടും. ഇനി ഒരു പാൻ ചൂടാൻ വയ്ക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ നെയ്യും ആ തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ആ പഞ്ചസാരയും തേങ്ങയും നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായ്പ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തേങ്ങയിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങയും ആ പഞ്ചസാരയും എല്ലാം കൂടി ആ പഴത്തിലോട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി കട്ട്ലറ്റിന് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി കട്ട്ലറ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ അതിന് മുന്നേ കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ബോൾസ് ആക്കി എടുത്തിട്ട് കൈയിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് ആ മൈദയുടെ മിക്സിൽ ഒന്ന് മുക്കിയിട്ട് ഒരു തിന്നായിട്ടുള്ള ഒരു ലെയർ ഒരു കോട്ടിങ് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ പോലെ കിട്ടും നമുക്ക് ഈ പഴം കട്ട്ലറ്റ്. അപ്പോൾ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ആ കൈയിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കാരണം പഴം ആയതുകൊണ്ട് നമുക്കിങ്ങനെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് മൈദയുടെ മാവിൻ്റെ ഒന്ന് മുക്കിയിട്ട് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കി ഒരു കോട്ടിങ് പോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ആയാലും ചെയ്തെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക. അല്ല ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇതിപ്പോൾ എണ്ണ അധികം ഒഴിച്ച് കൊടുക്കാത്തത് കൊണ്ട് ഇതുപോലെ ഒന്ന് മുകളിലോട്ട് ഒന്ന് എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് എണ്ണ കിട്ടും. അപ്പോൾ ഇതൊരു സൈഡിൽ ബ്രൗൺ നിറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചും ഇട്ട് കൊടുക്കാം. പഴമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതൊരു കളർ കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലറ്റിന് ഏത് രീതിയിലുള്ള കളറാണോ വേണ്ടത് ആ രീതിയിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കട്ട്ലറ്റിൻ്റെ കളറൊക്കെ കണ്ടില്ല, നല്ലൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുപ്പിൽ നിന്നും കോരി മാറ്റിയാണ്. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ കട്ട്ലറ്റ് ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പഴം കട്ട്ലറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡിയാക്കി നോക്കണം. ഈ ഒരു സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും അകത്ത് നല്ല ജ്യൂസിയും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴം കട്ട്ലറ്റാണെന്ന്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കട്ട്ലറ്റാണിത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.